الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് അങ്ങേയറ്റം സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊണ്ടുവന്ന് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വതന്ത്രമാകാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളിൽ ഒരുപാട് വിളവ് കാണുന്നുണ്ട്. ഈ രണ്ടാമത്തെ സുഹൃത്തുക്കളിൽ ഒരുപാട് വിളവ് കാണുന്നുണ്ട്. പിറകിൽ ഇരിക്കുന്ന ശാരീരിക അസ്വസ്ഥതയില്ലാത്ത ആളുകൾ സ്വത്തിലേക്ക് കയറിയിട്ട് സ്വഹാബികൾ ഒന്നാമത്തെ സ്വത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടാണ്. നമ്മൾ പള്ളിയിൽ നേരത്തെ വരും, എന്നിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്വത്വവും ഏറ്റവും പിറകിലത്തെ സ്വത്തായിരുന്നു. അതെന്താകാൻ പാടില്ല. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഇഹലോക ജീവിതത്തിലെ കർമ്മങ്ങളുടെ സമാപനമാണ് മരണം എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. മതമുള്ളവനും മതമില്ലാത്തവനും ദൈവഭക്തിയുള്ളവനും ഇല്ലാത്തവനുമെല്ലാം അംഗീകരിക്കുന്ന ഒരു വാസ്തവം. എന്നാൽ ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നുള്ള ബോധം നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് മരണം അവന്റെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതിന്റെ മുമ്പ് അവൻ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടുന്ന 5 കാര്യങ്ങളുണ്ട്
ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്നത് പ്രിയപ്പെട്ടവരെ, മുസ്ലിമായിട്ടല്ലാതെ നമ്മൾ മരിക്കാൻ ഇടയാകരുത് എന്നുള്ളതാണ്. എന്താണ് മുസ്ലിം? ആരാണ് മുസ്ലിം? അല്ലാഹുവിന് കീഴൊതുങ്ങുന്നവനാണ് മുസ്ലിം. തനിക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു, തനിക്ക് പറ്റാത്തത് ഒഴിവാക്കുന്നു, തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ജീവിതത്തിൽ കൊണ്ടുവരുന്നു. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പരിപൂർണമായി റബ്ബിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ വിധേയനാകുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ഉണർത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി. പടച്ചറപ്പിന്റെ ആ വിളിയൊന്ന് ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവകുലത്തോട് വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണേ എന്നാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ല നിങ്ങൾ മരിക്കാനിടയാകരുത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്മാർ പോലും അവരുടെ ജീവിതത്തിൽ അവർ ഏറെ പ്രാർത്ഥിച്ച വിഷയമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ച വിഷയമാണ്. അക്കാര്യം അവരുടെ മക്കളോട് പോലും അവർ വസിയ്യത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, മുസ്ലിമായി കൊണ്ട് എന്നെ നീ മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചതൊരു പ്രവാചകനാണ്, പ്രാർത്ഥന നടത്തിയത് റബ്ബിനോടാണ്. നമുക്ക് പഠിക്കാനുണ്ട്, ആ പ്രവാചകന്മാർ പോലും പടച്ചോനെ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിക്കൊണ്ട് മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ദൈനംദിന മേഖലകളിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്രത്തോളം ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. മാത്രമല്ല, ആ പ്രവാചകന്മാരുടെ മക്കൾക്കും ഒരുപാട് വസീയത്ത് കൊടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തവരാണ് അല്ലേ. നന്നായി പഠിക്കണം, നല്ല ജോലി മേടിക്കണം, നല്ല സ്വഭാവം കാണിക്കണം അല്ലേ. അതിനൊക്കെ അപ്പുറം ആശ്രമത്തിൽ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ഉപദേശം സഹോദരിമാരെ, സഹോദരന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ നമുക്ക് നമ്മുടെ മക്കൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അവരുടെ മക്കളോട് ആ ഉപദേശം കൊടുത്തതായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്, യാ ബനിയ, എന്റെ പൊന്നുമോനെ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമാക്കി തന്നിരിക്കുന്നു. നിങ്ങളിപ്പോൾ നിലകൊള്ളുന്ന ഈ മതമുണ്ടല്ലോ, ആ മതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശിഷ്ടമായിട്ട് തന്നിരിക്കുകയാണ്. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത്. പ്രവാചകന്മാർ തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്മാർ കടന്നുപോയ സ്വർഗത്തിലേക്ക് നമുക്കും പോകണമെങ്കിൽ, നമുക്കും ആ സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കൾക്കും ഈ ഉപദേശം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അതെല്ലാവർക്കും കിട്ടൂല.
അതെല്ലാവർക്കും കിട്ടൂല. എത്ര ആളുകളുടെ പ്രിയപ്പെട്ടവരെ കൃത്യമായി ജീവിതത്തിൽ അള്ളാനെ പേടിച്ച് അള്ളാനെ ഭയപ്പെട്ട് ജീവിതത്തിന്റെ ദൈനംദിന മേഖലകളിൽ വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിച്ച പല ആളുകളും പിടച്ചു പോയിട്ടില്ലേ? അള്ളാനോട് നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ റബ്ബിനോട്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നീ ഞങ്ങളെ നേരായ ചൊവ്വായ മാർഗ്ഗത്തിലൂടെ നീ കൊണ്ടുപോകണമേ അല്ലാഹ്. അത് ഹൃദയം തട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആനിലെ ഏതൊരു അധ്യായവും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് നിറയണം, നമ്മുടെ കല്ല് പിടക്കണം. പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഇമാമിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിന്റെ വചനങ്ങൾ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ ആ സ്വർഗ്ഗം നീ എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നരകത്തിന്റെ ഭയാനകമായ വചനങ്ങൾ കടന്നു പോകുമ്പോൾ പടച്ചോനെ ഒരാളും എന്നെ രക്ഷപ്പെടുത്താനില്ലാത്ത, മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത, പണമില്ലാത്ത, സ്വാധീനമില്ലാത്ത, ഞാനും എന്റെ ശരീരവും എന്റെ അണലുകളും ഒറ്റക്കാവുന്ന കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് പടച്ചോനെ എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ആ വചനങ്ങൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലേ? പരിശുദ്ധ ഖുർആനിലെ എത്ര അധ്യായങ്ങൾ നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കണം സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം. പഠിച്ചവരോട് നമ്മൾ ഒരുപാട് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് അതിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആഗ്രഹിക്കണം ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിട പറയുമ്പോൾ മുസ്ലിമായിക്കൊണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇബ്രാഹിമേ അസ്ലിം, നീ കീഴടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു കീഴടക്കമാണ് പ്രിയപ്പെട്ടവരെ എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടതും പടച്ചോനെ എന്നെ നീ മുസ്ലിമായി കൊണ്ട് നീ മരിപ്പിക്കണം എന്നുള്ളതാണ്. മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഷയം എന്താണ് പ്രിയപ്പെട്ടവരെ? മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് തൗബ ചെയ്ത് ആത്മാർത്ഥമായ റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാണ്. എന്താണ് തൗബ? മടക്കമാണ്. എന്തിൽ നിന്ന് എന്തിലേക്ക്? തെറ്റിൽ നിന്ന് നേരായ റൂട്ടിലേക്കുള്ള ഒരു മടക്കം. യാത്രയിലൂടെ നീളം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറ്റിലേക്ക് ഇങ്ങനെ പോയി പെട്ടെന്ന് മാനസികമായി കൊണ്ടുള്ള ഒരു മാറ്റം, എല്ലാം കൊണ്ടും ഒരു മാറ്റം. പഠിച്ചവനെ ഈ പോക്ക് ശരിയല്ല റബ്ബേ, ഇത് റബ്ബേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയാണ്, അതുകൊണ്ട് ഞാനിതാ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നീങ്ങുന്നു റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്ത് മടങ്ങുക. അങ്ങനെ ചെയ്താലുള്ള ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്തറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. തൗബ ചെയ്യുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ ഇഷ്ടം അല്ലേ? നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ ഇഷ്ടം ഏതാണ് നമുക്കൊക്കെ അറിയാം. ഇഷ്ടപ്പെട്ട ഭാഷ ഏതാണ്, അവർക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണ്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴവർഗ്ഗങ്ങൾ ഏതൊക്കെ നമുക്കറിയാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തൗബ ചെയ്യാനുള്ളത്. അല്ലാഹു പറഞ്ഞു നിങ്ങൾ തെറ്റിലേക്ക് പോകരുത്. അങ്ങനെ നമ്മൾ പോയി തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്ത് അല്ലാഹുവോട് തൗബ ചെയ്താൽ അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു. ആ റബ്ബിന്റെ കാരുണ്യത്തിന്റെ വിശാലത ഒന്ന് പരിശോധിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തൗബ ആത്മാർത്ഥമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു ബനീ ആദമ ഖത്താ, ആദമിന്റെ സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്.
ഇത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അള്ളാഹ് റസൂൽ പറഞ്ഞല്ലോ, ആദമിന്റെ സന്ധിയിൽ വന്ന് തെറ്റ് ചെയ്യണം. അതുകൊണ്ട് രാവിലെ ചെയ്ത് തൗബ ചെയ്യുക, പിന്നെ തെറ്റ് ചെയ്യുക, പിന്നെ തൗബ ചെയ്യുക. അവരുടെ സംസാരമല്ല, അവരുടെ വിഷയമല്ല നമ്മൾ പറയുന്നത്. മറിച്ച് ജീവിതത്തിൽ വന്നുപോയ, അറിയാതെ വന്നുപോയ തെറ്റുകളിൽ കേറിച്ചു നടക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു ബനീ ആദമ ഖത്താഉൻ, ആദമിന്റെ സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ പണ്ഡിതന്മാരുണ്ടാകും, അതിൽ പാമരന്മാരുണ്ടാകും, സമ്പത്തുള്ളവരുണ്ടാകും, സമ്പത്തില്ലാത്തവരുണ്ടാകും. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, ആ തെറ്റ് ചെയ്തവരിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളാരെന്നറിയുമോ? ആ തെറ്റ് ചെയ്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങുന്നവരാണ്. പഠിച്ചോനെ, സംഭവിച്ചു പോയതാണ്, ജീവിതത്തിലുടനീളം പറ്റിപ്പോയതൊക്കെ പുറത്തുതരണേ എന്ന് പറഞ്ഞ് കരഞ്ഞി കരഞ്ഞ കണ്ണുമായ റബ്ബിലേക്ക് മടങ്ങുന്ന ആളുകളാണ്. ആ തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരായി പോകേണ്ടതില്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ നിരാശരാകേണ്ടതില്ല. അയൽവാസിയോട് ചോദിക്കാൻ പരിധിയുണ്ട്, കൂട്ടുകാരനോട് ചോദിക്കാൻ പരിധിയുണ്ട്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഏത് സന്ദർഭത്തിലും താങ്ങും തണലുമായി നിൽക്കുന്ന നിന്റെ സഹോദരനോട് ചോദിക്കാൻ ഒരു പരിധിയുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പരിധിയും ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് എപ്പോഴും ഏത് സന്ദർഭത്തിലും ചോദിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കു നബിയേ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ടതില്ല എന്നാണ്. കടലിന്റെ ഉള്ളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തിന് സമാനമായി കൊണ്ട് നാം തെറ്റ് ചെയ്തിട്ടുണ്ടോ? ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പറവകൾക്ക് സമാനമായി നാം തെറ്റ് ചെയ്തിട്ടുണ്ടോ? ആത്മാർത്ഥമായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ, തൗബ ചെയ്താൽ പടച്ചറബ് പുറത്തു തരും. ഇത് മരണത്തിന്റെ മുമ്പ് കൃത്യമായി നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം അറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബതൽ അബ്ദി മാ ലം യുഗർഗിർ, ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിക്കുമെന്നുള്ളത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അവർ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾ കൂടി കടന്നു പോകുമ്പോൾ ആ പിറക്കുന്ന കടലിന്റെ മുന്നിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പിടിക്കപ്പെടുമോ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ചോദിക്കുമ്പോൾ, എന്റെ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അനുയായികളും ആ സമുദ്രം കടക്കുന്ന സന്ദർഭങ്ങളിലൂടെ ഫിറൗനന്മാരുടെ കൂട്ടരും പിന്നാലെ വന്ന് ആ വെള്ളം അങ്ങ് മൂടുമ്പോൾ ഫിറൗൻ പറഞ്ഞു പോകുന്ന വാചകം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പടച്ചോനെ, നീ തന്നെയാണ് റബ്ബ്, ഇന്നി ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ ഒരു തൗബ, അവന്റെ ആ ഒരു നാവിളി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല എന്നുള്ളത്. തൊണ്ടക്കുഴിയിൽ എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ചെയ്തുപോയ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ച ആത്മാർത്ഥമായി തൗബ ചെയ്ത് നമ്മൾ മടങ്ങുക. മൂന്നാമതായി മരണം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമോ, അല്ലാഹുവിനെ കുറിച്ച് നല്ല ഒരു വിചാരം നമുക്കുണ്ടാകണം.
അള്ളാഹിനെ കുറിച്ച് നല്ല ഒരു സൽവിചാരം നമുക്കുണ്ടാകണം. എങ്ങനെ? എന്റെ റബ്ബ് എന്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എന്നോട് കരുണ കാണിക്കും, എന്റെ റബ്ബ് എന്നോട് അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിക്കും, എന്റെ റബ്ബ് എനിക്ക് സ്വർഗ്ഗം തരും. ഇങ്ങനെയുള്ള അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള നല്ല ഒരു ചിന്തയോട് കൂടിയിട്ടാകണം ഈ ലോകത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ നമ്മളൊക്കെ എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ യമൂതന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മരിക്കാനിടയാകരുത്. എങ്ങനെ? ഇല്ലാ വഹുവ യുഹ്സിനു ظن بالله عز وجل, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള നല്ല ഒരു ചിന്തയോടുകൂടി നല്ല വിചാരത്തോടുകൂടിയല്ലാതെ നിങ്ങൾ ഒരിക്കലും മരിക്കാനിടയാകരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ മരണം അതൊരു സത്യമാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിൽ അത് നമ്മെ മാറി വിളിക്കുമെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി എത്രയെത്ര മരണ വാർത്തകളാണ് നമ്മൾ കേട്ടത്, എത്രയെത്ര മയ്യത്തുകൾക്കാണ് നമ്മൾ സാക്ഷിയായത്, എത്ര മയ്യത്തുകളാണ് നമ്മൾ കുളിപ്പിച്ചത്, കഫൻ ചെയ്തത്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ആരനുള്ളിൽ കൊണ്ടുപോയി വെച്ചത്. മരണത്തോടുകൂടി ഈ ദുനിയാവിൽ അമൽ ചെയ്യുവാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ സ്വർഗ്ഗം കൊടുക്കാൻ ചാൻസ് ഇല്ല, പിന്നെ അമ്മായിപ്പായി പരിപാലിക്കാനുള്ള അവസരമില്ല, പാവങ്ങളെ കണ്ണീരൊപ്പാൻ പിന്നെ അവസരമില്ല, നിരാലംബരായ രോഗികളെ സഹായിക്കാൻ പിന്നീട് അവസരമില്ല. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ കാണുക. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല വിചാരം നമുക്ക് ആവശ്യമാണ്. അള്ളാഹിനെ കുറിച്ച് എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നമുക്ക് പ്രിയപ്പെട്ടവരെ? അള്ളാഹിന്റെ ശിക്ഷയെ ആലോചിച്ച് സ്വർഗ്ഗത്തെ ആഗ്രഹിച്ച് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് നമുക്ക് എത്തിച്ചു തന്ന ആ സഹാബിയെ വളരെ ദരിദ്രനായിരുന്ന അദ്ദേഹം പാണ്ഡിത്യത്തിന്റെ മേഖലകളിൽ അദ്ദേഹം സജീവമായി നിലനിൽക്കുന്നുള്ളത്. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ കരയാണ്, കണ്ണുനീർ പൊഴിക്കുകയാണ്. ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ കരഞ്ഞവരാണ് ഞാനും നിങ്ങളും, അല്ലേ? അള്ളാഹിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അദ്ദേഹത്തോട് സഹാബത്ത് ചോദിക്കുകയാണ്, അല്ല അബൂ ഹുറൈറ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച് ഈ മാനവകുലത്തിൽ എത്തിച്ചു കൊടുത്ത വ്യക്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, വസ്സാബു ഖലീലുൻ വസ്സഫറു ഖലീൽ, എന്റെ അടുക്കലുള്ള പാതയും വളരെ കുറവാണ് സഹാബ, എന്റെ അടുക്കലുള്ള അമൽ വളരെ കുറവാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം ഒന്ന് പറഞ്ഞ കാര്യവും വസ്സഫറു ഖലീൽ, എനിക്കുള്ള യാത്ര വിദൂരമായ യാത്രയാണ്, എനിക്ക് ഒരുപാട് പോകാനുണ്ട്. ഖബർ കഴിഞ്ഞ് അവിടുത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് അതുപോലെ തന്നെ വിചാരണ കഴിഞ്ഞ് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എത്തി നിൽക്കുമ്പോ എന്റെ റബ്ബ് എന്നെ എങ്ങനെ പരിഗണിക്കാമെന്ന് എനിക്കറിയില്ല. ആ ഒരു പേടിയിരിക്കുന്നു. നമ്മളോ ജുമഅത്ത് നേരത്തെ നമ്മളോ ഓഫീസിൽ ഞാൻ സ്വർഗ്ഗത്തിലാണ്. സുബഹി നമസ്കാരം ജമാഅത്ത് പങ്കെടുത്ത നമ്മൾ വിചാരിക്കും ഞാൻ സ്വർഗ്ഗത്തിലാണ്. ഇനി കുറച്ച് വൈകിട്ട് ഗവർണർ പോയാലും കുഴപ്പമൊന്നുമില്ല, സുബഹിക്ക് ഞാൻ നേരത്തെ പോയിട്ടുണ്ടല്ലോ. അതാണ് നമ്മുടെ വിചാരം. സഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളൊന്നും നേടിയിട്ടില്ല. റബ്ബിലേക്ക് കൊണ്ടുപോകാൻ മാറ്റിവെക്കാൻ ഒന്നും ഞങ്ങൾ നേടിയിട്ടില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു അവരുടെ ജീവിതത്തിൽ. ആ ഒരു ചിന്ത നമുക്കുണ്ടാകപ്പെട്ടവരെ. നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നിശ്ചയിച്ച മരണം വന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വസിയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ അനന്തരാവകാശികൾക്കെല്ലാം നിയമപ്രകാരമുള്ള വസിയ്യത്തുകളുണ്ട്. ആ വസിയ്യത്തിനപ്പുറം അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ വല്ലതും കൊടുക്കുവാനുണ്ടെങ്കിൽ
അതൊരു ധാർമ്മികമായ കടമയായിക്കൊണ്ട് ആ വസീയത്തിനെ നമ്മൾ കൃത്യമായി കൊണ്ട് നിറവേറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വസീയത്ത് ചെയ്യാൻ അർഹതപ്പെട്ട എന്തെങ്കിലും കൈവശമുള്ള ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അവൻ ചെയ്യണം, ആ വസീയത്ത് എഴുതി വെക്കാതെ 2 രാത്രികളെ അവൻ കഴിച്ചു കൂട്ടാൻ പറ്റില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിന് ശേഷം ഒരൊറ്റ ദിവസം പോലും വസീയത്ത് കൈവശമില്ലാതെ ഒരൊറ്റ രാത്രി പോലും ഞാൻ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്നത് പറയുകയാണ്. അപ്പോ നിർബന്ധ വസീയത്തുകൾക്കപ്പുറം നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുവാൻ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള വസീയത്തുകളെല്ലാം നിറവേറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഏത് സന്ദർഭത്തിൽ, ഏത് നിമിഷത്തിൽ, എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടുമെന്ന് പറയാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അല്ലെ, അത്രയേറെ അനിശ്ചിതമാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം. ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ പങ്കെടുത്തു. അൽഹംദുലില്ലാഹ്, ഖുതുബ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ധരിച്ച ഈ വസ്ത്രം നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ അഴിക്കുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അത്രയേറെ നൈമിഷികമായ ഈ ദുനിയാവിലൂടെ ജീവിക്കുമ്പോൾ അതാണ് കുറിച്ചിട്ടുള്ള ചിന്തയും ബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഏറ്റവും സ്നേഹസമ്പന്നരായ വിശ്വാസികളെ ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന്റെ മുമ്പ് വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 4 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. 5ാമതായി ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയവും പ്രതീക്ഷയുമാണ്. വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ അധർമ്മങ്ങളുടെയും തെറ്റുകളുടെയും ഒക്കെ അസ്തിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ, അടിസ്ഥാനം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഭയം വേണ്ടതുപോലെ ഇല്ലാത്തതിന്റെ കുറവാണ്. അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സമ്പത്ത് അപഹരിക്കുവാൻ കഴിയുക? അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ ലീലത്തും മേശയും പരദൂഷണവുമായി നടക്കാൻ കഴിയുക? ആത്മാർത്ഥമായി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ ഭയത്തോടൊപ്പം, ആ പേടിയോടൊപ്പം അല്ലാഹുവിനുള്ള വലിയ ഒരു പ്രതീക്ഷയാണ് നമുക്കുണ്ടാവേണ്ടത്. ഒരിക്കൽ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിനെ സന്ദർശിക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. ആ യുവാവിനെ സന്ദർശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ യുവാവിനോട് ചോദിച്ചു, കൈഫ തജിദുക, നിനക്കിപ്പോ എങ്ങനെയുണ്ട്, എന്താ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ ആ യുവാവിന്റെ മറുപടിയാണ് ഖാല, അദ്ദേഹം പറയാണ്, വല്ലാഹി യാ റസൂലല്ലാഹ്, വല്ലാഹി യാ റസൂലല്ലാഹ്, ഇന്നി അർജുല്ലാഹ വഇന്നി അഖാഫു ദുനൂബി. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് എന്റെ റബ്ബിൽ വല്ലാത്ത പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ പ്രതീക്ഷയോടൊപ്പം ഞാൻ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ചിട്ടുള്ള ഭയവും എനിക്കുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് എന്റെ റബ്ബിൽ വലിയ പ്രതീക്ഷയുണ്ട്, പക്ഷേ ഞാൻ ചെയ്തു പോയ എന്റെ തെറ്റുകളിൽ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പഠിപ്പിക്കുകയാണ്, ഇത്തരം ഒരു വേളയിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരു അടിമയിൽ ഒരുമിച്ചുണ്ടായാൽ, ഏത് രണ്ട് കാര്യങ്ങൾ? സ്വർഗത്തെ കുറിച്ചിട്ടുള്ള വല്ലാത്ത ഒരു പ്രതീക്ഷ, നരകത്തെ കുറിച്ചിട്ടുള്ള വല്ലാത്ത ഒരു ഭയവും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ, ആ സമയം നമ്മൾ ആലോചിക്കുന്നു. മരണാസന്നമായി കിടക്കുന്ന സമയമാണ്. ഏത് സന്ദർഭത്തിലും മരിക്കും. ആ സന്ദർഭത്തിലാണ് ആ വ്യക്തി പറയുന്നത്, എനിക്ക് എന്റെ റബ്ബിൽ പ്രതീക്ഷയുണ്ട്. പക്ഷേ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരെ, ഞാൻ ചെയ്തു പോയ തെറ്റിലേക്ക് വല്ലാത്ത പേടിയുണ്ട്. ആ പറഞ്ഞ സന്ദർഭങ്ങളാണ് പ്രിയപ്പെട്ടവരെ, മരിക്കാൻ കിടക്കുന്ന സന്ദർഭമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ രണ്ട് സന്ദർഭങ്ങൾ, ഈ രണ്ട് ചിന്തകൾ ഒരടിമയിൽ ഒരുമിച്ച് വന്നാൽ, ആ അടിമ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവൻ പേടിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നിർഭയത്വം നൽകുകയും ചെയ്യും. എന്താ കാരണം? അല്ലാഹുവിനുള്ള ഒരു പ്രതീക്ഷയും അല്ലാഹനെ കുറിച്ചിട്ടുള്ള പേടിയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുകയാണ്. അല്ലാഹനെ കുറിച്ചുള്ള പേടി, അതോടൊപ്പം അല്ലാഹുവിനുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ അഞ്ച് കാര്യങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി കൊണ്ടുപോയാൽ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി നമുക്ക് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകും. അല്ലാഹുവിന്റെ അലംഘനീയമായ ആ ഒരു ഉത്തരം നൽകി പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരാളും നമ്മുടെ കൂടെയില്ല, സമ്പത്ത് നമ്മുടെ കൂടെയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂട്ടുകാരില്ല, നമ്മുടെ ഏക്കർ കണക്കിന് നമ്മൾ നേടിയെടുത്ത നമ്മുടെ സ്ഥാനങ്ങളും മാനങ്ങളും അല്ലെങ്കിൽ നമ്മൾ കൂട്ടിവെച്ച സമ്പത്തുമൊന്നും നമുക്കില്ല. നമ്മൾ ചെയ്ത അമലുകൾ മാത്രമായി നമ്മൾ പോകും. പിന്നെ നമ്മുടെ മനസ്സിൽ ചെയ്താൻ എട്ട് തരുന്ന ചിന്തയാണ്, നീ ഇപ്പോഴൊന്നും മരിക്കില്ല, നിനക്കിനിയും കൂടുതൽ കൂടുതൽ ജീവിക്കണം, നിന്നെക്കാൾ എത്രയോ അവശരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിലെ ഇവിടെ എത്ര ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരൊന്നും മരിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള ചിന്തകൾ ശൈത്താൻ നമ്മുടെ കണ്ണിൽ ഇട്ട് തരുമ്പോഴും പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നുള്ള പരിശുദ്ധ ഖുർആനിന്റെ വചനവുമാണ് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. മക്കൾക്ക് വേണ്ടി എന്ത് മാറ്റിവെച്ചു എന്ന് ചോദിക്കുമ്പോൾ ഒരുപാടുണ്ട് നമുക്ക് പറയാൻ. ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഇതൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ ഉത്തരവുണ്ട് നമ്മുടെ കൈകളിൽ. നിനക്ക് വേണ്ടി നാളെ പരലോകത്ത് എന്തുകൊണ്ട് മാറ്റിവെച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പറയാൻ നമ്മുടെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക. പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് വാരി നൽകിയത് ഫ്രീ ആയിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അല്ലേ? ഫ്രീ ആയിക്കൊണ്ട് നമ്മളിവിടെ ശ്വസിക്കുന്നത്. ഹോസ്പിറ്റലിൽ 1 മണിക്കൂർ നമ്മൾ പോയിട്ട് കിടന്നാൽ ബില്ല് വരുമ്പോൾ അറിയും അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകളുടെ അവസ്ഥ ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വിനീതമായ മനസ്സോടുകൂടി കർമ്മങ്ങളിൽ കർമ്മനിരതരാവുക. മറ്റുള്ളവരുടെ ന്യൂനതകളും മറ്റുള്ളവരുടെ പോരായ്മകളും നോക്കാതെ സ്വന്തം ജീവിതത്തിലെ ന്യൂനത
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ കൂടെ മുത്തഖീങ്ങളുടെ കൂടെ മുഖ്ലിസീങ്ങളുടെ കൂടെ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങൾ തീർപ്പ് പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ അല്ലാഹുവേ അവരുടെ വിശാലമാക്കി കൊടുക്കുമാറാകണേ. അല്ലാഹുവേ ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള നല്ല മനസ്സ് നൽകിയവരെ നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, അവരെ പരിപാലിക്കുന്ന, അവരെ ശ്രദ്ധിക്കുന്ന, അവരെ ഹിദ്മത്ത് ചെയ്യുന്ന നല്ല മക്കളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്നും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم